ഇന്നൊരു ബട്ടർ ചിക്കൻ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആക്കിയ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് പിന്നെ ഫ്രൈ ആക്കിയ ഓയിലും കുറച്ച് ഒഴിച്ചെടുത്തിട്ടാണ് ഇനി അടുത്ത് മസാല റെഡിയാക്കുന്നത്. ഞാൻ 1 കിലോ ചിക്കനൊക്കെ കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 വലിയ ഉള്ളി ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബട്ടർ ഇട്ടിട്ട് നല്ലോണം മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ 1 ഗ്രാമ്പൂ, 1 പട്ട, 1 ഏലക്ക ഇട്ടിട്ടുള്ളത്, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 വലിയ ഉള്ളി ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടും ഒക്കെ ആഡ് ചെയ്യുക. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടില്ല. ഈ ഒരു തക്കാളി ചേർത്തെടുക്കുന്നത്. അപ്പോൾ വലിയ തക്കാളി അതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം അതിൽ വഴറ്റിയെടുക്കുക. നല്ലോണം വഴറ്റാന്നില്ല, ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി അതിൽ കുറച്ച് ചെറിയ ജീരകം ആഡാക്കുക. പിന്നെ ഗരം മസാല കുറച്ച് ചേർക്കണം. കാശ്മീരി ചില്ലി കേട്ടോ വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടി കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കസ്തൂരി മേത്തി കുറച്ച് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്തെടുക്കണം കേട്ടോ. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. കുറച്ച് കാഷ്നട്ട് ആഡ് ആക്കണം കേട്ടോ. ഞാൻ മറന്നുപോയി പറയാം. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മിക്സിക്ക് ചൂട് കൊടുക്കാനാണ് ഇട്ടത്. ഒന്ന് ചൂടാറിയിട്ടാണ് പിന്നെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ എടുത്ത പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ഒഴിക്കുക. പിന്നെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിക്കുക. നല്ലോണം തിളച്ച് വരുമ്പോൾ പിന്നെ ഫ്രഷ് ക്രീമാട്ടോ ചേർക്കുന്നത്. ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ. ഞാൻ പിന്നെ ഫസ്റ്റിൽ ചേർത്തതുകൊണ്ട് ചേർക്കാത്ത കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ ആഡാക്കി കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എല്ലാതും കുറച്ച് നേരം വെച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ചേർക്കാൻ. ഇനി സെർവ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബട്ടറും പിന്നെ ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമൻറ്റ് അറിയിക്കണേ.